നീ ഇവിടെ നിന്ന് കൊറേ കഷ്ടപ്പെട്ടില്ലേ? ഞാൻ വിചാരിച്ചിരിക്കണത് എനിക്കന്ന് പിന്നെ പെട്ടെന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പോയതാണ്. ആ ഇത്താ, അതൊന്നും പറയണ്ട. അതിന്റെ നടുവ് ഒടിഞ്ഞേക്കണ്. മക്കളാണെങ്കില് രാത്രി ഉറങ്ങുന്നില്ല. ഒരാള് ഉറങ്ങുമ്പോ മറ്റാളെ എണീക്കും. അല്ല, ഉമ്മ വന്നിട്ട് കുട്ടികളെ എടുക്കൊന്നുമില്ലേ? ഞങ്ങൾ വന്ന അന്നേറ്റ് ഈ റൂമിക്കൊന്ന് കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാ. പിന്നെ അവരെടുത്തിട്ടുമില്ല, കളിപ്പിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രല്ല, അടുക്കളയിൽ പോയിട്ട് ഉമ്മനെ സഹായിക്കും വേണം. ഉമ്മയാണെങ്കിൽ കുട്ടികളെ വന്നൊന്നും എടുക്കും കൂടി ഇല്ല. അത് ഞാനായതിനൊന്നും അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന്. പെൺകുട്ടികളാണെങ്കിൽ പിന്നെ പറയും വേണ്ട, തീരെ തിരിഞ്ഞു നോക്കൂല. പിന്നെ ആ സൂറാത്ത വരുമ്പോഴാണ് ഉമ്മക്ക് അധികം കൂടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. ആ ഉമ്മാനെ മുഴുവൻ കേടുവരുത്തുന്ന ആ സൂറാത്തയാണ്. എന്നെ കൊണ്ട് എന്തൊക്കെയായിരുന്നു അറിയാം ആ സൂറാത്ത പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഒരു നിവൃത്തി ഇല്ലാതല്ലേ ഇവിടെ ഞങ്ങൾ വേറെ മാറി താമസിച്ചത്. ഞാൻ വിചാരിച്ചിരുന്നു ഇത്തവിടെ ഇല്ലാത്തോട്ടാണ് എത്ര കഷ്ടപ്പെടേണ്ടി വന്നത്. എന്തായാലും ശരിയാവും. ഇനിയിപ്പോ സാരമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്നെ വന്ന് സഹായിക്കാം. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അവരെ നോക്കാൻ. പിന്നെ 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോ അങ്ങോട്ട് ശരിയായിക്കോളും. എന്തായാലും നീ സമാധാനമായിട്ട്. ഞാൻ ഉമ്മാനൊന്ന് കണ്ടിട്ട് വരാം.